ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ബീച്ചിൽ കണ്ടെയ്നർ വന്നടിച്ചിട്ടുണ്ട്. കൗണ്ട് ചെയ്യാൻ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ പോകുന്ന സ്പോട്ട് പോകുന്ന വഴി പറയാം. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം പറഞ്ഞാൽ ശരിയാവത്തില്ല. ശരിയാണ്, പോകുന്ന സ്ഥലത്ത് കാണാം. ഇതിൽ പെട്രോൾ ഇല്ല, ജിപ്സും പെട്രോൾ വാങ്ങാൻ പോയിരിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റിംഗിലാണ്. വന്നിട്ട് വേണം നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. യെസ്, അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി എല്ലാം പുറകെ വരുന്നുണ്ട്. ബാലകുമാരി ഭയങ്കര മഴ. ഗായ്സ്, ഞങ്ങൾ താനിയിൽ പോവുകയാണ്. ഗായ്സ്, മഴ പെയ്ത് തേഞ്ഞു പോയതായിരുന്നു ആദ്യമേ അല്ലേ? യെസ്, മഴ പെയ്ത് ആദ്യമേ ഞങ്ങൾ ഒന്നിച്ച് പണിപ്പാളിൽ വിചാരിച്ച ഷിപ്പ് നമ്മളങ്ങനെ നേരെ താനി എത്തി. കണ്ടെയ്നർ വല്ലോണ്ടോ തപ്പി പിടിക്കാം. ഇവിടെ എന്ത് ഇവിടെ ഒന്നും ലൈറ്റ് ഇടാത്തേ? ചെരുപ്പാട് കൂലിടാം. ജിപ്സ ഒരുപാട് അങ്ങോട്ട് പോകല്ലേ, കടൽ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് അടിക്കുന്നു. പതയൊന്നുമില്ല, കല്ല് മണ്ണെന്തോ. ഗൈസ്, മോമോസ് കഴിക്കാൻ വന്നെയാണ്. ഗൈസ്, നമ്മളെവിടെ വെച്ച് എന്താ താനിന്ന് ഞങ്ങൾ ജസ്റ്റ് കഫേയിൽ ഞങ്ങൾ വന്നതാണ്. അയ്യോ, ഇതിലൊക്കെ ഇരുന്ന് ചെന്നുമ്പോഴത്തേക്കും കഫേയിൽ വന്ന് കഴിച്ചു. പോകെടുക്കി ആളില്ലേ ഓർഡർ ചെയ്യും. ജസ്റ്റ് കറങ്ങുന്നേ. അങ്ങനെ നമ്മളെന്താ ഓർഡർ ചെയ്യാൻ പോകുന്നത്? ഓർഡർ പ്രൈസ് 4 ഷാർജ മേടിക്കും. അല്ലേ, ഞാൻ ആരും അബ്ബാനിയാ? അല്ലേ, ഞാൻ അബ്ബാനിയെന്ന്. കോഫിയാ കിട്ടിയ കൊള്ളായിരുന്നു. അത് കിട്ടിയ കൊള്ളാന്ന് പറഞ്ഞിട്ട് അതിനിപ്പോൾ കൊടുക്കുന്നില്ല, മേടിച്ചു കൊടുക്കുന്നില്ല. കോഫിയുടെ പൈസയല്ലേ ഉള്ളൂ, ഞങ്ങൾ എല്ലാത്തിൻ്റെ പൈസ ഇവിടെ നിർത്തിയിട്ട് ജിപ്സൺ നിർത്തിക്കാൻ ഞങ്ങൾ പിന്നെ വരാമെന്ന് പറയും. അത് നിങ്ങൾ 3 കോഫി ഓർഡർ ചെയ്യും. എൻ്റെ ചാർജ് ഞാൻ തയ്ച്ചില്ല, നിങ്ങൾ ചാർജ് ഇല്ല. അന്ന് ആ ഷാർജ പറ എനിക്ക് ഇതായിരിക്കും ഒരു ചാർജ്. എനിക്ക് നിങ്ങൾ നോക്കി നിർത്തിപ്പിടിക്കാൻ വയ്യ. ഇന്ന് വല്ലതും തരുമോ? എക്സ്ക്യൂസ് മീ, തരാൻ പറയാം.
കലശോമ മതി. ഞങ്ങൾ ബിസിയിലാണ്. നേരെ അതുകൊണ്ട് പോകും, സൈഡിലോട്ട് ആയിക്കൊണ്ട് പോവാൻ. ഇതാണ് ബ്ലോക്ക്. ഇത് എന്തൊരു ഭയങ്കര ലേറ്റ് ഇറക്കാൻ. അതിന് ടേസ്റ്റും ഇല്ലായിരുന്നു അറിയോ. അപ്പം നമുക്ക് നാളെ കിട്ടിയിട്ടില്ല, വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടായി. രണ്ട് ഐസ്ക്രീമും ഐസ്ക്രീമും പെട്ടെന്ന് എടുത്ത് വന്നതിന് 30 രൂപ ഉള്ളായിരുന്നു. നഷ്ടം. താങ്കൾക്ക് എന്താണ് ആൻസർ? താങ്കൾക്കൊരു തിമിംഗലത്തിനെ തിന്നാനുള്ള വിശപ്പും. താങ്കൾ എന്താണ് മൗനം പാലിച്ചിരിക്കുന്നത്? പണ്ടേ അങ്ങനെയാ. നിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡർ കൊടുക്കുന്നേ ഉള്ളൂ. ചുമ്മാ ഞാൻ ഇതിലെ ചാടി അപ്പോഴേ ഓടും. നിങ്ങൾ വണ്ടി എടുത്തിട്ട് വന്നു. 2 ദിവസം കൊണ്ട് ഓർഡർ ചെയ്തിട്ട് 2 ദിവസം. 2 ദിവസമായി ജ്യൂസ് അടിക്കുന്ന ഒരു യുവാവ്. ബാക്കി ആ ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കുന്നത് ഇനി തരാനാണ്. ഓർഡർ ചെയ്തത് 7:30. നിലവിൽ സമയം 8 മണി. വിശന്ന് തളർന്ന് വീണ ആൻസി. ഇപ്പൊ കിട്ടുമെന്ന് കാത്തിരിപ്പിന് വിരാമം എപ്പോൾ? എല്ലാരെയും മോന്ത നമുക്കൊന്ന് ക്ലോസപ്പിൽ. ഇങ്ങനെ വെച്ച് കിടന്നു അത് റിപ്പീറ്റ് അടിച്ചു. ഇയാള് പറഞ്ഞിട്ടുണ്ടാവും ഭാഷ ഫ്ലൈറ്റിൽ ഗോവയിൽ പോകണം. ഫ്ലൈറ്റിൽ പോയപ്പോ ടിക്കറ്റ് മാത്രം 24,000 വേണം. സ്കൂളിൽ എടുക്കാൻ വേണ്ടി പോയത്. ബാംഗ്ലൂർ മുതൽ 4,000 രൂപ. മലേഷ്യയിൽ പോകണം. മലേഷ്യയിൽ പോകുന്നതിലേക്കും ആണ് മലേഷ്യയിൽ പോകാൻ. അല്ല, ഇവിടുന്ന് ബാംഗ്ലൂർ പോയാൽ പോരെ. അപ്പോൾ കുറച്ച് കിട്ടില്ലേ ചില സമയത്ത് വട്ടാണ്. സരോജിനി മാർക്കറ്റിൽ വരില്ലെന്ന് പറഞ്ഞത് അവർക്ക് വേണ്ടത്. കാത്തിരുന്ന് കാത്തിരുന്ന് കുപ്പി. അപ്പൊ ഇനി അടുത്ത ക്യാമറ പൊസിഷൻ ഉണ്ട്. താങ്കൾക്ക് എന്താ റിയാക്ഷൻ?
ഞങ്ങൾ പിന്നെ ഒന്ന് വിചാരിച്ചു എനിക്ക് നീളം കുറവായതുകൊണ്ട് വണ്ണം ഉള്ളപോലെ തോന്നുന്നേ. വണ്ണം ഉള്ളതുപോലെ തോന്നുന്നു, അല്ലാണ്ട് വണ്ണമില്ല. ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അവിടെ ഒരാൾ പാട്ട് പാടി തകർക്കുന്നു. ഇല്ല, ഞാൻ മനസ്സിലാക്കാം, കുഴപ്പമില്ല. ചേച്ചി ഹലോ ഗായ്സ്, ഞങ്ങൾ ആ കഫേയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കോഫി കുടിക്കാൻ പോവുകയാണ് ഗായ്സ്. ഇല്ല, കാണാതിരിക്കാൻ ചാൻസ് കുറവാ. കാണും, വാ ക്രോസ് ചെയ്യാം. ആച്ചി അരി പിടിച്ചോണ്ട് പോകുന്ന കയറി വന്നേ അങ്ങോട്ട്. ആ മറ്റേ സാധനം കഴിക്കണ്ടായിരുന്നു, വയറ് ഒരുമാതിരി. ഇല്ലാത്തവരെ ആരെങ്കിലും എന്തെങ്കിലും എടുത്തോണ്ട് പോയി. ഉണ്ടോ? 4 വേണ്ട, 3. ആക്സി മാറിക്ക് വണ്ടി സ്ഥലമാണ്, അതാണ് ഭയങ്കര സ്പീഡിലാണ്. കോഫി കുടിച്ചിട്ട് വരാം കാര്യം. എന്റെ ഫ്രണ്ട് സോമൻ ഇങ്ങനെ അടിക്കാൻ പറ്റും. അങ്ങനെ വെച്ചാൽ പിന്നെ തൊടാനും പറ്റത്തില്ല, വഴി കൂടെ നടക്കുന്നത്. അതൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഓട്ടിക്കുന്നത്. നീ തൊട്ടോ? കുടുംബത്തിൽ പറഞ്ഞു ഭയങ്കര കാറ്റ് ഗായ്സ്, നമ്മൾ പറക്കുന്നു നിന്ന്. ഇതാ ഫോൺ ഇങ്ങനെ തട്ടിപ്പറഞ്ഞ്. എന്നാലും ഞങ്ങൾ ഐസ്ക്രീം തിന്നതിന് ഒരു കുഴപ്പമില്ല. ഷാർജ ഇത് അറിഞ്ഞായിരുന്നു. ചൂടാണല്ലോ. പിന്നെ ഐസ്റ്റോൺ എല്ലാം നീ പറഞ്ഞല്ലോ ഫിൽറ്റർ കൂട്ടി കാണും. ഇങ്ങനെ ഒരു വീഡിയോ മതി പൊക്കോ. കാണാത്ത രീതിയിൽ പായും തെലങ്കാണി ഉണ്ടാക്കുന്നില്ല. കേറിയിട്ട് വന്ന് അടിച്ചു വന്ന് തട്ടി വിളിക്കുന്ന വെള്ളത്തിൽ കാണുന്നില്ല. പോയി നീ വരുന്നില്ല. കൂടുതലുള്ള പണിയുണ്ട്, പൈസ ഒന്നുമില്ലല്ലോ, എക്സ്ട്രാ പണി എടുക്കും. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ഭയങ്കര കാറ്റ് ഗായ്സ്, ഭയങ്കര കാറ്റ്. ഞങ്ങൾ വന്നപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഓണല്ലായിരുന്നു, ഓഫായിരുന്നു. ഇപ്പം എല്ലാം ഓണാക്കി.
പറയാൻ മറന്നുപോയി. എനിക്ക് പറഞ്ഞ ഇപ്പോൾ കയറി വൈൻഡപ്പ് എടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.